53rd GST കൗൺസിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ് കണ്ടീഷണൽ വെയ്വർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി എന്ന് പറയുന്ന റെക്കമെൻഡേഷൻ. നമുക്കറിയാം, ടാക്സ് പെയർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് ഒരു നോട്ടീസ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സെക്ഷൻ 73 74 ആയിരിക്കാം, അല്ലെങ്കിൽ 62, 63, 64, 76, 129, 130 ഇങ്ങനെ ഒരുപാട് സെക്ഷനുകളുണ്ട്. പക്ഷേ ഈ സെക്ഷനുകളിൽ സെക്ഷൻ 73 മാത്രമാണ് കൗൺസിൽ ഒരു വെയ്വർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി എന്നുള്ളൊരു ബെനിഫിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എപ്പോഴാണ് ഈ ആംനസ്റ്റി സ്കീം ബാധകമാകുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ദിസ് ഈസ് ഓൺലി ഫോർ ഡിമാൻഡ്സ് അണ്ടർ സെക്ഷൻ 73. അപ്പോൾ മറ്റ് സെക്ഷനുകളിലുള്ള ഒരു ഓർഡറുകൾക്കും തന്നെ ഈ ബെനിഫിറ്റ് കിട്ടുകയില്ല. സോ ദിസ് അപ്ലൈസ് ഓൺലി ഫോർ സെക്ഷൻ 73. അതായത് നോൺ ഫ്രോഡ് കേസുകൾ മാത്രമാണ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ആൻഡ് ദിസ് സ്കീം ഈസ് അപ്ലിക്കബിൾ ഫോർ ഫസ്റ്റ് 3 years. ഇപ്പോൾ 17, 18, 18, 19, 19, 20 വർഷങ്ങളിലേക്ക് മാത്രമാണ് ഈ സ്കീം, ഈ പറയുന്ന ആംനസ്റ്റി സ്കീം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടീഷനാണ് ഫുൾ ടാക്സ് പെയ്ഡ് ബിഫോർ 31st March 2025. ആ ഡേറ്റിനുള്ളിൽ ടാക്സ് പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷണൽ വെയ്വർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനൽറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു വെയിറ്റ് ടിൽ ബഡ്ജറ്റ് ഈസ് പാസ്ഡ് ആൻഡ് CGST ആക്ട് ഈസ് അമെൻഡഡ്. അപ്പോൾ CGST ആക്ടിൽ അമെൻമെന്റ് കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ ഇങ്ങനെയുള്ളൊരു ആംനസ്റ്റി സ്കീം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 കണ്ടീഷനുകൾ പാലിക്കണം. 73 ഫസ്റ്റ് 3 years ഉള്ളൂ. 31st March നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റും പെനാൽറ്റിയും അവരെ വിട്ടുതരുന്നതാണ്. ഇനി നമുക്ക് അതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ഒരു പുതിയ സെക്ഷൻ 128 ക്യാപിറ്റൽ എ ഈസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ആക്ട്. അപ്പോൾ അതിന് നമ്മൾ ബജറ്റ് വരുന്നത് വരെ കാത്തിരിക്കണം. ബജറ്റ് മിക്കവാറും ജൂലൈ 23 വരിക എന്നാണ് അറിയുന്നത്. അപ്പോൾ ആ ബജറ്റിലാണ് ഇങ്ങനെ ഒരു പുതിയൊരു സെക്ഷൻ കൊണ്ടുവരിക. അപ്പോൾ ഇത് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് ഒന്നാമത്തെ കാര്യം. 2, ഫോർ ഫസ്റ്റ് 3 years ടൈം ലിമിറ്റ് ഇഷ്യൂ നോട്ടീസ് അണ്ടർ 73 is already over. അപ്പോൾ നമുക്കറിയാം, ഡിമാൻഡ് നോട്ടീസ് വന്ന കേസുകൾക്കാണ് ഈ ബെനിഫിറ്റ് എന്നാണ് ഈ സ്കീമിൽ പറഞ്ഞിരിക്കുന്നത്, റെക്കമെൻഡേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ ടൈം ലിമിറ്റ് ഈ 3 കൊല്ലത്തേക്കുള്ളതും ഓൾറെഡി ഷോക്ക് നോട്ടീസ് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം 17, 18 കഴിഞ്ഞു, 18, 19 കഴിഞ്ഞു, 19, 20 കഴിഞ്ഞു. 74 ഇഷ്ടംപോലെ സമയം ഇനിയും ബാക്കിയുണ്ട്. 73 ടൈം കഴിഞ്ഞു. പക്ഷേ 19, 20 ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയി. ഓർഡർ ക്യാൻ സ്റ്റിൽ ബി ഇഷ്യൂഡ്. അപ്പോൾ ഇത് മനസ്സിൽ വെക്കാനുള്ളതാണ്. അടുത്തത്, ഡിമാൻഡ് നോട്ടീസസ് വാട്ട് അബൌട്ട് ഓർഡേഴ്സ് ഓൾറെഡി പാസ്ഡ്. ചില കേസുകളിൽ എന്തിട്ടുണ്ടാവും, അതായത് ഓർഡറുകൾ ഓൾറെഡി പാസ്സാക്കി പോയിട്ടുണ്ടാവും. ഡിമാൻഡ് നോട്ടീസുകൾ വന്നു, അതിന്റെ ഓർഡേഴ്സ് ഓൾറെഡി പാസ്ഡ് ആണ്. അപ്പോൾ ഒരു സംശയം വരും, അങ്ങനെയുള്ള കേസുകൾക്ക് ഈ ആംനസ്റ്റി കിട്ടും എന്നുള്ളത്. മനസ്സിലാക്കുന്നത് അത് കിട്ടും എന്നുള്ളതാണ്. അടുത്തൊരു കാര്യമുള്ളത്, ഇതൊരു പ്രശ്നമാണ്. അതായത് ഇഫ് 2 ഇഷ്യൂസ് ആർ ഇൻ 1 നോട്ടീസ്, ഒരു നോട്ടീസിൽ 2 ഇഷ്യൂ ഉണ്ടെങ്കിൽ ആൻഡ് ടാക്സ് പെയർ വിഷ് ആംനസ്റ്റി ഓൺലി ഫോർ 1 ഇഷ്യൂ ആൻഡ് ഫയൽ അപ്പീൽ ഫോർ ദ സെക്കൻഡ് വൺ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവാലോ. കാരണം ഒരു നോട്ടീസിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഓർഡറിൽ തന്നെ 2 ഇഷ്യൂസ് ഉണ്ടാവും. അതിൽ ഒരു ഇഷ്യൂ ടാക്സ് പെയർക്ക് സെറ്റിൽ ചെയ്യണമെന്നുണ്ട് ആംനസ്റ്റിയിൽ, മറ്റേത് അപ്പീൽ ഫയൽ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ഈ അമെൻമെന്റ് വന്നാലാണ് നമുക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അടുത്ത കാര്യം, ഈസ് ആംനസ്റ്റി ഓൺലി ഫോർ SEN, വാട്ട് അബൌട്ട് ഓർഡേഴ്സ് ഇൻ അപ്പീൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഷോക്കോസ് നോട്ടീസ് മാത്രമാണോ അതോ ഓർഡറുകൾ ആയിട്ടുള്ള കേസുകളിലും ഈ ആംനസ്റ്റി കിട്ടുമോ എന്നുള്ളത് കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വാട്ട് അബൌട്ട് ദോസ് ഹു ഓൾറെഡി പെയ്ഡ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റീസ്. അങ്ങനെയുള്ളവരുണ്ട്, അവർ ഓൾറെഡി ഇൻട്രസ്റ്റും പെനാൽറ്റിക്ക് അടച്ചു കഴിഞ്ഞു. അപ്പോൾ അവരുടെ മുന്നിൽ ഇഷ്യൂ നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വല്ല റീഫണ്ട് ഇങ്ങനെ വകുപ്പുണ്ടോ എന്നുള്ളതാണ്. നോർമലി അതിനുള്ള സാധ്യത കാണുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്കവാറും സാധ്യതയില്ല. അതുപോലെ തന്നെ വാട്ട് അബൌട്ട് ഓർഡേഴ്സ് ഇഷ്യൂഡ് അണ്ടർ 74 ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു സെക്ഷൻ 73 ആർ ദ എലിജിബിൾ. അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാം. കാരണം നോട്ടീസ് ഇഷ്യൂ ചെയ്ത് ഓർഡർ ഇഷ്യൂ ചെയ്ത് ചിലപ്പോൾ 74 പക്ഷേ പിന്നീട് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് 74 പക്ഷേ പിന്നീട് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് 73 കൺവേർട്ട് ചെയ്ത കേസാണെങ്കിൽ അതിന് ആംനസ്റ്റി സ്കീം കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എ പേഴ്സൺ പെയ്ഡ് ഓൾ ടാക്സസ് വിത്ത് ഡിലേ ഇൻ പേയ്മെന്റ് ഓഫ് ടാക്സ് ബട്ട് ഇൻട്രസ്റ്റ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആംനസ്റ്റി കിട്ടുമോ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അവർക്ക് നോട്ടീസ് വന്നു, ടാക്സ് ഡിലേ ആയിട്ടാണ് അടച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പലിശ അടയ്ക്കണം എന്ന് പറഞ്ഞ് സെക്ഷൻ 73 നോട്ടീസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ആംനസ്റ്റി കിട്ടും എന്നുള്ളതാണ്. കാരണം അവിടെ ഡിഫോൾട്ട് വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് മാത്രമാണ്. അപ്പോൾ 73 നോട്ടീസ് ഇഷ്യൂ ചെയ്തു, 73 ഓർഡർ പാസ്സാക്കി, അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ ഇൻട്രസ്റ്റിന് ഈ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ആക്ട് അമെൻഡ് ചെയ്യുന്നതിന് ശേഷം വന്നാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.